ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ദ ഡോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ്. ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിലുള്ള ഒരു സ്റ്റോറിയാണ് ദി ഡോട്ട്. അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സ്റ്റോറിയിലോട്ട് പോയാലോ. ദി ഡോട്ട് എന്നാണ് നമ്മുടെ സ്റ്റോറിയുടെ പേര്. ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുത്ത് അല്ലേ, കുത്ത് അല്ലെങ്കിൽ ബിന്ദു എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ ഡോട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോവാം. Here is the story of a young girl who believed that she could not draw pictures. Do you think she can draw? Let's see. Here is the story. ഈ ഒരു കഥയിൽ എ യങ് ഗേൾ, ഒരു പെൺകുട്ടി അല്ലേ, യങ് ഗേൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പെൺകുട്ടി, ഹൂ ബിലീവ്ഡ് ദാറ്റ്, അവൾ വിശ്വസിച്ചിരുന്നത്, ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്, അവൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. ഈ കഥയിലുള്ള പെൺകുട്ടി എന്താണ്? അവൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്നാണ് അവൾ ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കുവാണ്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റോറിയിലോട്ട് നമുക്ക് പോവാം. അപ്പം ആദ്യത്തെ ഭാഗം ഒന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്ന ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ ബട്ട് വഷ്ടി സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ. ആർട്ട് ക്ലാസ് എന്താണ് പറഞ്ഞത്? കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, ആർട്ട് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് വഷ്ടി സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. പക്ഷേ വഷ്ടി എന്താണ്? അവളുടെ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ ഗ്ലൂഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒട്ടിപ്പിടിക്കുക അല്ലെ, ഒട്ടിക്കാന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? അവൾ അവളുടെ കസേരയിൽ, ക്ലാസ് കഴിഞ്ഞിട്ടും അവളുടെ കസേരയിൽ നിന്ന് അവൾ എണീറ്റിട്ടില്ല, ആ കസേരയിൽ തന്നെ അവൾ ഇരിക്കുകയാണ്. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അവളുടെ പേപ്പർ എന്താണ്? ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിഞ്ഞു കിടക്കുകയാണ്. അവളുടെ പേപ്പർ ക്ലാസ് കഴിഞ്ഞിട്ടും ഒഴിഞ്ഞു കിടക്കുക. അവളെ കസേരയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് പോലുമില്ല, പേപ്പറിലും ഒന്നും ഇല്ല. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തേൽ വഷ്ടി ടീച്ചർ ലീൻഡ് ഓവർ ദി ബ്ലാങ്ക് പേപ്പർ. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം. ഷീ സെഡ്, വെരി ഫണ്ണി, ഐ ജസ്റ്റ് കനോട്ട് ഡ്രോ, സെഡ് വഷ്ടി. ഇവിടെ എന്താണ് പറയുന്നത്? വഷ്ടി ടീച്ചർ ലീൻഡ് ഓവർ ദി ബ്ലാങ്ക് പേപ്പർ. ആ ഒരു ചിത്രത്തിൽ കണ്ടോ, ലീൻഡ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ടീച്ചർ എന്താണ്? ഡെസ്കിലേക്കില്ല, ആ പേപ്പറിലേക്ക് അങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നുണ്ട്. വഷ്ടി ടീച്ചർ ലീൻഡ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞ് നിൽക്കുക കേട്ടോ. ലീൻഡ് ഓവർ ദി ബ്ലാങ്ക് പേപ്പർ, ആ ഒരു ബ്ലാങ്ക് പേപ്പറിലേക്ക് ടീച്ചർ എന്താണ്? കുനിഞ്ഞ് നിൽക്കുകയാണ്. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം, ഷീ സെഡ്. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം ഷീ സെഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? പോളാർ ബിയർ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഒരു തരം കരടിയാണ്, വെള്ള കളറിലൊക്കെ ഒരു കരടിയാണ്. അപ്പം മഞ്ഞിൻ്റെ നിറം എന്താണ്? വെള്ള കളറാണ്. ഈ ഒരു കരടിയുടെ നിറവും വെള്ള കളറാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ഒരു കറുപ്പ് കളർ ഉണ്ടാവും. അപ്പോൾ അതെന്താണ്? ഈ വെള്ള പേപ്പറിൽ വരച്ചിട്ടുള്ള ഡോട്ടുകൾ പോലെയാണ് ഉണ്ടായിരിക്കുക, കുത്തുകൾ പോലെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ടീച്ചർ കളിയാക്കുകയാണ്. കാരണം വഷ്ടിയുടെ പേപ്പറിൽ അവൾ ഒന്നും വരച്ചിട്ടില്ല. അപ്പോൾ ആ പേപ്പർ കണ്ട സമയത്ത് ടീച്ചർ കളിയാക്കുകയാണ്. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം ഷീ സെഡ്. അങ്ങനെയാണോ? ആ ഒരു പോളാർ ബിയർ ആണോ എന്ന് ടീച്ചർ കളിയാക്കുകയാണ്. വെരി ഫണ്ണി, ഐ ജസ്റ്റ് കനോട്ട് ഡ്രോ, സെഡ് വഷ്ടി. വെരി ഫണ്ണി. അപ്പോൾ ടീച്ചർ അത് പറഞ്ഞ സമയത്ത് വഷ്ടി പറയാണ്, വെരി ഫണ്ണി, നല്ല തമാശ, ഐ ജസ്റ്റ് കനോട്ട് ഡ്രോ. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അവൾ പറയണ ജസ്റ്റ് കനോട്ട് ഡ്രോ, എനിക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് അവൾ പറയാണ്, സെഡ് വഷ്ടി. അവൾ അത് പറയുകയാണ്. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവാം. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിൽ എന്താ പറയുന്നത്? ഹെർ ടീച്ചർ സ്മൈൽഡ്. അവള് വഷ്ടി അങ്ങനെ പറഞ്ഞ സമയത്ത് ടീച്ചർ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് ചിരിച്ചു അല്ലേ. ടീച്ചർ സ്മൈൽഡ്, ടീച്ചർ ചിരിച്ചു. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. നീ ജസ്റ്റ് ഒരു മാർക്ക് അതിൽ ചെയ്യും. നീ ഒരു പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തുക, എന്തെങ്കിലും ഒരു അടയാളം വെക്കുക. അപ്പം നമുക്ക് കാണാം എവിടെ വരെ പോകുമെന്ന് കാണാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു കാണാം എന്നൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നാലാമത്തത്, വഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. വഷ്ടി ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നുള്ളതാണ്. ഗ്രാബ്ഡ് എ മാർക്കർ, ഒരു മാർക്കർ എടുത്തു. ആൻഡ് ഗേവ് ദി പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. എന്നിട്ടോ ആ പേപ്പറിൽ ജാബ് എന്ന് പറഞ്ഞാൽ ഒരു കുത്താണ്, പേന കൊണ്ട് ആ ഒരു മാർക്കർ കൊണ്ട് സ്ട്രോങ് ആയിട്ട് ശക്തിയോടെ ആ പേപ്പറിൽ ഒരു കുത്ത് ഇട്ടു അല്ലേ. സ്ട്രോങ് ആയിട്ട് ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പം ഒരു മാർക്കർ എടുത്തിട്ട് അവൾ എന്ത് ചെയ്തു? ആ പേപ്പറിൽ ഒരു കുത്തിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ടീച്ചർക്ക് കൊടുക്കുകയാണ്, ഒരു കുത്തിട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി അഞ്ചാമത്തെ ഭാഗം നോക്കാം. ഹെർ ടീച്ചർ picked up the paper and studied it carefully. She pushed the paper towards Vashti and quietly said, now sign it. Her teacher picked up the paper and studied it carefully.
ടീച്ചർ എന്ത് ചെയ്തു, അവൾ കൊടുത്തിട്ടുള്ള ആ പേപ്പർ വാങ്ങിയിട്ട് അല്ലേ, പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്തു, സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ, പഠിക്കവള് ആ ശ്രദ്ധയോടെ ആ പേപ്പർ ഒന്ന് നോക്കി, എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ടൊരു മൂളല് എന്ന് പറഞ്ഞിട്ടൊന്ന് മൂളി. ഷീ പുഷ് ദ പേപ്പർ ടുവാർഡ്സ് വഷ്ടി ആൻഡ് ക്വയറ്റ്ലി സെഡ്. എന്നിട്ട് എന്ത് ചെയ്തു, ടീച്ചർ ആ പേപ്പർ വഷ്ടിയുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു. ആൻഡ് ക്വയറ്റ്ലി സെഡ്, ക്വയറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, ശാന്തമായിട്ട് അല്ലേ, സൗമ്യമായിട്ട് പറഞ്ഞു. നോ സൈൻ ഇറ്റ്, അതിലൊന്ന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇനി 6ാമത്തെ പാർട്ട് നോക്കാം. വഷ്ടി thought for a moment. Well, maybe I cannot draw, but I can sign my name. വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്. അത് അങ്ങനെ പറഞ്ഞപ്പോൾ വഷ്ടി ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുകയാണ്. തോട്ട് ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. വെൽ മേ ബി ഐ കനോട്ട് ഡ്രോ, ഒരു പക്ഷേ എനിക്ക് വരയ്ക്കാൻ അറിയില്ലായിരിക്കാം. ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം, പക്ഷെ എന്താണ്, എനിക്ക് എൻ്റെ പേര് എഴുതിയിട്ടില്ലേ സൈൻ ചെയ്യാൻ അറിയാം എന്ന് വഷ്ടി ചിന്തിക്കുകയാണ്. ഇനി നമുക്ക് 7ാമത്തെ ഭാഗത്തിലോട്ട് പോവാം. The next week, Vashti walked into the art class. She was surprised to see what was hanging above her teacher's desk. It was the little dot she had drawn, her dot, all framed in swirly gold. ദ നെക്സ്റ്റ് വീക്ക്, അടുത്തയാഴ്ച അല്ലേ, അടുത്തയാഴ്ച വഷ്ടി വാക്ക്ഡ് ഇൻ ടു ദി ആർട്ട് ക്ലാസ്. വഷ്ടി എന്താണ്, ആർട്ട് ക്ലാസ്സിലേക്ക് വരികയാണ് അല്ലേ, നടന്നു വരികയാണ്, വന്നു. ഷി വാസ് സർപ്രൈസ്ഡ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് എബവ് ഹെർ ടീച്ചേഴ്സ് ഡെസ്ക്. അവൾ വന്ന സമയത്ത് എന്തായി, അവൾ സർപ്രൈസ്ഡ് ആയി, അത്ഭുതപ്പെട്ടു. എന്ത് കണ്ടിട്ടാണ്, വാട്ട് വാസ് ഹാങ്ങിങ് എബവ് ഹെർ ടീച്ചേഴ്സ് ഡെസ്ക്, അവളുടെ ടീച്ചറുടെ ഡെസ്കിൻ്റെ മുകളിൽ അല്ലേ, മുകൾ ഭാഗത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു ഹാങ്ങിങ് കണ്ടിട്ട് അവൾ എന്തായി, സർപ്രൈസ്ഡ് ആയി. ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ ഹെർ ഡോട്ട്. ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട്, അതെന്തായിരുന്നു, ഒരു ലിറ്റിൽ ഡോട്ടായിരുന്നു. ഷീ ഹാഡ് ഡ്രോൺ, അവൾ വരച്ചിട്ടില്ല, അല്ലെങ്കിൽ അവൾ അന്ന് ഇട്ടിട്ടുള്ള ആ ഒരു ഡോട്ടായിരുന്നു അതിൽ. ഹെർ ഡോട്ട്, അവൾ വരച്ചിട്ടുള്ള അല്ലേ, അവൾ അന്ന് വരച്ച പേപ്പറിൽ വരച്ചിട്ടുള്ള ആ ഒരു കുത്തിൽ ആ ഒരു ഡോട്ടായിരുന്നു അത്. ഓൾ ഫ്രെയിംഡ് ഇൻ സ്വർലി ഗോൾഡ്, അതെന്താണ്, ടീച്ചർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ചിത്രത്തിൽ, അത് കാണാം. അവൾ വരച്ചിട്ടുള്ള ആ ഒരു ഡോട്ട് എന്താണ്, അവളെ പേര് അവൾ സൈൻ ചെയ്തതും അവളുടെ ആ ഡോട്ടൊക്കെ കണ്ടോ, ആ ഒരു ഇതിൽ ഹാങ് ചെയ്തിട്ടുള്ളത് ആ ഒരു പിക്ചറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതെങ്ങനെ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്, ഓൾ ഫ്രെയിംഡ് ഇൻ സ്വർലി ഗോൾഡ്, സ്വർലി ഗോൾഡ് കൊണ്ട് എന്താണ്, അത് ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് 8ാമത്തത് നോക്കാം. I can make a better dot than that. She opened her set of watercolors and set to work. അത് കണ്ടപ്പോൾ അവൾ ഇങ്ങനെ എന്ന് പറഞ്ഞൊന്ന് മൂളി. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്, എനിക്ക് ഇതിലും നന്നായിട്ട്, ഇതിലും ബെറ്റർ ആയിട്ട് എനിക്ക് എന്താണ്, ഒരു ഡോട്ട് ഇടാൻ കഴിയും, അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റുമെന്ന് അവളിങ്ങനെ ചിന്തിക്കുകയാണ്. ഷീ ഓപ്പൺഡ്, അവൾ തുറക്കുകയാണ്. എന്ത്, ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ്, അവളുടെ വാട്ടർ കളറിൻ്റെ ആ ഒരു സെറ്റ് അവൾ എന്ത് ചെയ്തു, തുറന്നു. ആൻഡ് സെറ്റ് ടു വർക്ക്, എന്നിട്ട് എന്താണ്, അവൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോവുകയാണ്. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ 9ാമത്തെ ഭാഗം ഒന്ന് നോക്കാം. വഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ് എ റെഡ് ഡോട്ട്, എ പർപ്പിൾ ഡോട്ട്, എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട്. The blue mixed with the yellow. She discovered that she could make a green dot. Vashti kept experimenting with lots of little dots in many colors. എന്താ പറയുന്നത്, വഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്, വഷ്ടി എന്ത് ചെയ്തു, വാട്ടർ കളർ എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ. എ റെഡ് ഡോട്ട്, എന്തൊക്കെയാണ് ഇടുന്നത്, റെഡ് കളറിലൊരു ഡോട്ട് ഇട്ടു. എ പർപ്പിൾ ഡോട്ട്, പർപ്പിൾ കളറിലൊരു ഡോട്ട് ഇട്ടു. എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട്, മഞ്ഞ നിറത്തിലും അതുപോലെ ബ്ലൂ കളറിലൊക്കെ എന്ത് ചെയ്തു, ഡോട്ട് ഇട്ടു. ദ ബ്ലൂ മിക്സഡ് വിത്ത് ദി യെല്ലോ, പിന്നെയോ ബ്ലൂ കളറും യെല്ലോ കളറും മിക്സ് ചെയ്തിട്ടൊരു ഡോട്ട് ഇട്ടു. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. ഡിസ്കവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടെത്തുക എന്നാണ് അല്ലേ. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്, ഒരു പച്ച നിറത്തിലുള്ള ഡോട്ട് എങ്ങനെ ഇടാന്നുള്ളതൊക്കെ അവളെ കണ്ടെത്തിയില്ലേ. ഇപ്പോൾ പല നിറത്തിലുള്ള ഡോട്ട് അവൾ ഇട്ടു, മിക്സ് ചെയ്യാൻ തുടങ്ങി, പല കളറുകൾ അവൾ കണ്ടെത്താൻ തുടങ്ങിയില്ലേ. വഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. വഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളില്ലേ. അവൾ എന്താണ്, വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്, പല നിറത്തിലുള്ള ചെറിയ കുത്തുകൾ ഇടാനുള്ള പരീക്ഷണങ്ങളില്ലേ. അപ്പോൾ പല നിറങ്ങളിലുള്ള കളറുകളൊക്കെ എന്താണ്, അവളിങ്ങനെ കണ്ടെത്തുകയാണ്. അപ്പോൾ അവൾ ഇങ്ങനെ ഡോട്ട്സ് ഇടുന്ന ആ ഒരു പിക്ചറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 10ാമത്തേതിലേക്ക് നോക്കാം. ഇഫ് I can make little dots, I can make big dots too. Vashti splashed her colors with a bigger brush on a bigger paper to make bigger dots. Vashti even made a dot by not painting a dot. If I can make little dots,
എനിക്ക് ഇതുപോലെ അല്ലേ ചെറിയ കുത്തുകൾ ഡോട്ടുകൾ ഇടാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. എനിക്ക് എന്തുകൊണ്ട് വലിയ ഡോട്ട്സ് ഇടാൻ പറ്റില്ല എന്നങ്ങനെ ചിന്തിക്കുകയാണ്. ചെറിയ ഒരുപാട് ഡോട്ടുകൾ അവൾ ഇട്ടു, അപ്പോൾ അതുകൊണ്ട് ചെറുത് ഇടാൻ പറ്റുവാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് വലുതിടാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ വലുതിടാൻ വേണ്ടി പോവാണ്. വഷ്ടി സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗർ ബ്രഷ് ഓൺ എ ബിഗർ പേപ്പർ ടു മേക്ക് ബിഗർ ഡോട്ട്സ്. അവൾ എന്ത് ചെയ്തു, ആദ്യം സ്പ്ലാഷ്ഡ് എന്ന് പറഞ്ഞാൽ തെറിപ്പിക്കുക എന്നാണ് സ്പ്ലാഷ്ഡ് എന്ന ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അവൾ വലിയൊരു പേപ്പർ എടുത്തു, ബിഗ് പേപ്പർ എടുത്തു, എന്നിട്ട് വലിയൊരു ബ്രഷ് എടുത്തു, എന്നിട്ട് കളറുകളിലൊക്കെ മുക്കിയിട്ടില്ലേ സ്പ്ലാഷ്ഡ്, കളറൊക്കെ തെറിപ്പിച്ചിട്ടില്ലേ ബിഗർ ഡോട്ട്സ്. അവൾ എന്ത് ചെയ്തു, വലിയ വലിയ ഡോട്ട്സ് ഇടാൻ വേണ്ടി തുടങ്ങി. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. അവൾ എന്താണ് വരയ്ക്കാതെ തന്നെ, എന്താണ് വലിയ വലിയ അല്ലേ വലിയ ഡോട്ട്സ് വരയ്ക്കാതെ തന്നെ എന്താണ് ബ്രഷ് കൊണ്ട് അവൾ വലിയ വലിയ ഡോട്ട്സുകൾ ഇടാൻ വേണ്ടിയിട്ട് അവൾ തുടങ്ങി. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ പറയുന്നത്, അവൾ ആ ടീച്ചർ ആ ഒരു സമയത്തിൽ അവൾ ആദ്യത്തെ ക്ലാസ്സിൽ അവൾ പേപ്പറിലൊരു വെള്ള പേപ്പറിൽ അവളൊരു ഡോട്ട് ഇട്ട സമയത്ത് എന്താണ് അവൾക്കൊന്നും പറ്റില്ല എന്നുള്ള ഒരു ഇതാണ്, കോൺഫിഡൻസ് ഇല്ലായിരുന്നു വഷ്ടിക്ക്. പക്ഷേ ടീച്ചർ അവളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത ക്ലാസ്സിൽ അടുത്ത ആഴ്ച അവൾ വരുന്ന സമയത്ത് അവൾ അന്നിട്ട ഡോട്ട് എന്ത് ചെയ്തു ടീച്ചർ ഫ്രെയിം ചെയ്ത് വെക്കുവാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് അവൾക്ക് ഒരു ഇൻസ്പയറിങ് ആയതല്ലേ. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഇതിലും നന്നാക്കി കുത്തിടാൻ പറ്റുമെന്ന് പറഞ്ഞു, ഡോട്ട്സ് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൾ പല നിറത്തിലുള്ള ഡോട്ട്സ് ഇടാൻ തുടങ്ങി. പിന്നെ ചെറുത് നന്നാക്കി ഇടാൻ പറ്റുകയാണെങ്കിൽ ഇതിലും വലുത് എന്തുകൊണ്ടായിക്കൂടാന്ന് പറഞ്ഞിട്ട് അവൾ വലിയ പേപ്പർ എടുത്തിട്ട് വലിയ വലിയ ഡോട്ട്സിലെ പല കളേഴ്സ് കൊണ്ട് വലിയ വലിയ ഡോട്ട്സൊക്കെ അവൾ ഇടാൻ തുടങ്ങി. ഇനി നമുക്ക് 11ാമത്തെ ഭാഗം നോക്കാം. അറ്റ് ദ സ്കൂൾ ആർട്ട് ഷോ എ ഫ്യൂ വീക്സ് ലേറ്റർ വഷ്ടിസ് ഡോട്ട്സ് മെയ്ഡ് ക്വൈറ്റ് എ സ്പ്ലാഷ്. എന്താ പറയുന്നത്, അറ്റ് ദി സ്കൂളിൽ ആർട്ട് ഷോ നടക്കുകയാണ്. ഇപ്പം എ ഫ്യൂ വീക്സ് ലേറ്റർ, കുറച്ച് വീക്സ് എന്ന് പറഞ്ഞാൽ ആഴ്ചകളിലെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം എന്താണ് വഷ്ടിയുടെ സ്കൂളിൽ ആർട്ട് ഷോ നടക്കുകയാണ്. വഷ്ടിസ് ഡോട്ട്സ് മെയ്ഡ് ക്വൈറ്റ് എ സ്പ്ലാഷ്. ഇവിടെ എന്താണ് ആ ആർട്ട് ഷോ നടക്കുന്ന സമയത്ത് വഷ്ടിയുടെ ഡോട്ട് എന്താണ്, ഡോട്ട്സിൽ അവൾ വരച്ചിട്ടുള്ള ഡോട്ട്സ് എന്താണ് ഒരു കുറച്ചധികം എല്ലാവരുടെയും എന്താണ് ശ്രദ്ധ പിടിച്ചു പറ്റിയെന്നാണ് പറയുന്നത്. വഷ്ടിസ് ഡോട്ട്സ് മെയ്ഡ് ക്വൈറ്റ് എ സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചു പറ്റിയെന്നാണ് പറയുന്നത്. ഇനി 12ാമത്തെ ഭാഗം നോക്കാം. വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിംഗ് അപ്പ് അറ്റ് ഹെർ. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ, ഹി സെഡ്. ഐ ബെറ്റ് യു ക്യാൻ, സെഡ് വഷ്ടി. മീ? നോ, നോട്ട് ഐ. ഐ ക്യാൻ ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. എന്താണോ പറയുന്നത്, വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിംഗ് അപ്പ് അറ്റ് ഹെർ. അപ്പോൾ എന്താണ് വഷ്ടി ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ, വഷ്ടി നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ആൺകുട്ടി അവളെ നോക്കുന്നത് എന്താണ് വഷ്ടി കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ പറയുന്നത് എന്താണ്, യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നീ എന്താണ് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്, നീ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് ആ ഒരു ബോയ് പറയാണ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ, ഹി സെഡ്. എനിക്കൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ, നീ നല്ലൊരു ആർട്ടിസ്റ്റാണ്, എനിക്കൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഹി സെഡ്, അവൻ പറഞ്ഞു. ഐ ബെറ്റ് യു ക്യാൻ, സെഡ് വഷ്ടി. ഐ ബെറ്റ്, ഞാൻ ഉറപ്പ് വയ്ക്കുക അല്ലെങ്കിൽ ഞാൻ ബെറ്റ് ചെയ്യുന്നു, നിനക്കും വരയ്ക്കാൻ പറ്റും, നിനക്കും എന്നെപ്പോലെ വരയ്ക്കാൻ പറ്റുമെന്ന് എന്ത് പറയുക വഷ്ടി പറയുകയാണ്. മീ? അപ്പോൾ അവനൊരു സംശയത്തോടെ, മീ? എനിക്കോ? നോ, നോട്ട് ഐ. ഇല്ല, ഒരിക്കലും ഇല്ല, എനിക്കങ്ങനെയൊന്നും വരയ്ക്കാൻ പറ്റില്ല. ഐ ക്യാൻ ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. എനിക്ക് എന്താണ് ഒരു സ്കെയിൽ കൊണ്ട് പോലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോലും കഴിയാത്ത എനിക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല എന്നൊക്കെ ആ ആൺകുട്ടി അവളോട് അല്ലേ വഷ്ടിയോട് ആ ബോയ് പറയുകയാണ്. ഇനി നമുക്ക് 13ാമത്തെ ഭാഗം ഒന്ന് നോക്കാം. വഷ്ടി സ്മൈൽഡ്. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. ഷോ മീ. ദ ബോയ്സ് പെൻസിൽ ഷൂക്ക് ആസ് ഹി ഡ്രോ ഹിസ് ലൈൻ. വഷ്ടി സ്മൈൽഡ്. അത് കേട്ട സമയത്തിൽ അവന് വരയ്ക്കാനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ അത് വളഞ്ഞു പോകുന്നൊക്കെ പറയുമ്പോൾ അല്ലേ അവൾ അതൊക്കെ കേട്ടിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഒഴിഞ്ഞ പേപ്പറിലെ ഒരു ബ്ലാങ്ക് പേപ്പർ ആ ആൺകുട്ടിക്ക് നേരെ നീട്ടി. എന്നിട്ട് പറയുകയാണ്, ഷോ മീ, എനിക്ക് കാണിച്ചു തരാൻ പറയുകയാണ്. ദ ബോയ്സ് പെൻസിൽ ഷൂക്ക് ആസ് ഹി ഡ്രോ ഹിസ് ലൈൻ. എന്നിട്ട് ആ ആൺകുട്ടി വരയ്ക്കുന്ന സമയത്ത് എന്താണ്, ഷൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് വിറയ്ക്കുക. ആ ആൺകുട്ടി വരയ്ക്കുന്ന സമയത്ത് എന്താണ് ആ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അവൻ്റെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് അല്ലേ. വഷ്ടി സ്റ്റേഡ് അറ്റ് ദി ബോയ്സ് സ്ക്വിഗിൾ. സ്ക്വിഗിൾ എന്ന് പറഞ്ഞാൽ വളഞ്ഞ് പൊളഞ്ഞിട്ടുള്ള വരകൾക്കാണ് നമ്മൾ സ്ക്വിഗിൾ എന്ന് പറയുന്നത്. വഷ്ടി സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ നോക്കി. അറ്റ് ദി ബോയ്സ് സ്ക്വിഗിൾ, അവൻ വരച്ചിട്ടുള്ള ആ ഒരു വളഞ്ഞ വര അവൾ നോക്കി. ആൻഡ് ദെൻ ഷീ സെഡ്, എന്നിട്ട് അവൾ പറയാണ്, സൈൻ ഇറ്റ്. അതിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ അവൾ എന്തിനു വേണ്ടിയായിരിക്കും സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അവളുടെ ഫസ്റ്റ് ആർട്ട് ക്ലാസ്സിൽ അവൾ
അവൾക്ക് ഒന്നും വരയ്ക്കാൻ അറിയില്ലായിരുന്നു. അവളൊരു ഡോട്ട് ഇട്ട സമയത്ത് അവളുടെ ടീച്ചർ എന്ത് ചെയ്തു, അത് ഫ്രെയിം ചെയ്ത് തൂക്കിയില്ലേ. അതിനുശേഷമാണ് അവൾക്കൊരു എൻകറേജ്മെൻറ്റ് വന്നില്ല. അവൾ ഇൻസ്പയർ ആയിട്ട് അവൾ എന്ത് ചെയ്തു, നന്നാക്കി ഡോട്ട്സ് ഇട്ടു. ആ ഡോട്ട്സ് ആണ് ഇപ്പോൾ എന്തായത്, സ്കൂളിൽ ആ ഒരു ആർട്ട് ഫെസ്റ്റിൽ ആർട്ട് ഷോ വന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പം അവൻ വരച്ച സമയത്തും അവൾ എന്ത് പറയുന്നത്, അതിലൊന്ന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ അവളും ടീച്ചർ ചെയ്ത പോലെ തന്നെ അത് ചിലപ്പോൾ എന്തായിരിക്കാം, ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയും. അവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റോറി മൊത്തമായിട്ട് എന്താണ്, ഒരു എൻകറേജ്മെൻ്റ് ആണ് അല്ലേ. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ, അതിനെ ഉണർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നമുക്ക് പലതും കഴിയുന്ന കാര്യങ്ങളാക്കിയിട്ട് മാറ്റാൻ പറ്റൂലേ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്നാണ് വഷ്ടി ആ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു ബോയിയെ കൂടി ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത്.